ഹായ് എവരി വൺ വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് നോക്കിയിട്ടുള്ളത്. ഈ വീഡിയോയിൽ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് എന്താണ് സർക്കുലർ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 4 പോയിന്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സർക്കിൾ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കേസ് ഫ്രം ദി എക്സാം പോയിന്റ് ഓഫ് വ്യൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സർക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദ ടൈം സർക്കിൾ കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ദെയർ ഇൻ എക്സാം. അതായത് സർക്കിൾ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് എക്സാമിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഫ്രം ദി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇൻ മോസ്റ്റ് കേസസ് ദേ ഗീവ് 8% സിറ്റിംഗ് ഇൻ എ സർക്കിൾ. അതായത് കോമൺ ആയിട്ട് കാണുന്ന പ്രോബ്ലത്തിലെല്ലാം എന്താണ് 8 പേരുണ്ടാവും. 8 പേര് വെച്ചിട്ടുള്ള സർക്കുലർ അറേഞ്ച്മെൻറ്റ് പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബട്ട് ബിഫോർ സോൾവിങ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദെയർ സിറ്റിംഗ് പൊസിഷൻ. അതായത് ഉള്ളിലേക്കാണോ പുറത്തേക്കാണോ ഇരിക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ വേണം പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൻ്റെ പിന്നെ. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. സ്റ്റെപ്പ് 1 തന്നിട്ടുണ്ട്, ന്യൂസ് എന്ന് തന്നിട്ടുണ്ട്. ന്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് N നോർത്ത്, E ഈസ്റ്റ്, W വെസ്റ്റ്, S സൗത്ത്. അതായത് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് എന്താണ് നോർത്ത് വരും, താഴോട്ട് സൗത്ത്, റൈറ്റ് സൈഡിൽ ഈസ്റ്റ് വരും, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ് വരും. അതേപോലെ തന്നെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ മുകളിലേക്ക് എന്താണ് വടക്ക് വരും, താഴേക്ക് തെക്ക്, വലതെന്താണ് കിഴക്ക്, ഇടത് പടിഞ്ഞാറ്. ഇത് നമുക്കൊരു ഐഡിയ വേണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അടുത്തത്, പിക്കിംഗ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അതായത് 2 കേസ് ഉണ്ട് സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ. ഒന്ന് എന്ന് പറയുമ്പോൾ ഫേസിങ് സെൻറ്റർ, അതായത് ആൾക്കാരെല്ലാം എങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കും, സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക്. പിന്നെ അതേപോലെ തന്നെ ഫേസിങ് ഔട്ട്സൈഡ് ഉണ്ട് രണ്ടാമത്തത്. ഫേസിങ് ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ സർക്കിളിൻ്റെ പുറത്തേക്ക് ഇരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഓരോരുത്തരുടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫേസിങ് സെൻറ്റർ എടുക്കാം. സൗത്തിൽ നമ്മൾ ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കിട്ടി, ലെഫ്റ്റ് സൈഡ് കിട്ടി. അപ്പോൾ നോർത്തിലാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് അല്ല ഇരിക്കുക ഒരാൾ, വേറൊരാൾ ഓപ്പോസിറ്റ് ഇരിക്കുകയെന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ റൈറ്റും ലെഫ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. അന്നേരം ഇവിടെ റൈറ്റ് വരും, ഇവിടെ ലെഫ്റ്റ് വരും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് റൈറ്റും ലെഫ്റ്റും സുഖമായിട്ട് അടയാളപ്പെടുത്താം. ഇത് വെച്ചിട്ട് അടയാളപ്പെടുത്തി നോക്കിയാലോ, സൗത്ത് ഈസ്റ്റിൽ റൈറ്റ് ഇവിടെ വരും, ഈസ്റ്റിൽ റൈറ്റ് ഇവിടെ വരും, നോർത്ത് ഈസ്റ്റിൽ റൈറ്റ് ഇവിടെ വരും. പിന്നെ അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റിൽ ലെഫ്റ്റ് എവിടെ വരും, ഇവിടെ വരും. വെസ്റ്റിൽ ലെഫ്റ്റ് ഇവിടെ വരും, നോർത്ത് വെസ്റ്റിൽ ലെഫ്റ്റ് ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് അടയാളപ്പെടുത്തിക്കൂടെ, റൈറ്റ് ഇവിടെ, റൈറ്റ് ഇവിടെ, റൈറ്റ് ഇവിടെ. അതേപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് വരും, ഇവിടെ ലെഫ്റ്റ് വരും, ഇവിടെ ലെഫ്റ്റ് വരും. അപ്പോൾ റൈറ്റും ലെഫ്റ്റും നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റി ഏത്, ഫേസിങ് സെൻറ്ററിൽ. അതേപോലെ തന്നെ ഫേസിങ് ഔട്ട്സൈഡ് നോക്കാം. അതിലെങ്ങനെയാണ് വരുന്നത്, നമ്മൾ നോർത്തിലുള്ളതായിട്ട് ഇമാജിൻ ചെയ്യുക. നോർത്തിലുള്ളപ്പം റൈറ്റ് സൈഡിലുണ്ടാവും, ലെഫ്റ്റ് സൈഡിലുണ്ടാവും. നമുക്ക് സുഖമായിട്ട് ഇമാജിൻ ചെയ്തുകൂടെ. അപ്പോൾ റൈറ്റും ലെഫ്റ്റും കിട്ടിയല്ലോ, റൈറ്റും ലെഫ്റ്റും കിട്ടി. അത് കഴിഞ്ഞിട്ട് അടുത്ത എന്താണ്, നമ്മൾ സൗത്തിൽ എങ്ങനെ വരും, ഒരാൾ പുറം തിരിഞ്ഞ് സൗത്തിലേക്ക് നിൽക്കുക, അന്നേരം റൈറ്റും ലെഫ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമല്ലോ. അപ്പോൾ ലെഫ്റ്റ് ഇവിടെ വരും, റൈറ്റ് ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം നമുക്ക് അടയാളപ്പെടുത്താം. ഒന്ന് അടയാളപ്പെടുത്തി നോക്കാം. ലെഫ്റ്റ് ഇവിടെ വരും, ലെഫ്റ്റ് ഇവിടെ വരും, ലെഫ്റ്റ് ഇവിടെ വരും. റൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള എല്ലാം റൈറ്റും അടയാളപ്പെടുത്തി. പിന്നെ സൗത്ത് വെസ്റ്റിൽ തുടങ്ങുവാണെങ്കിൽ റൈറ്റ് ഇവിടെ വരും, റൈറ്റ് ഇവിടെ വരും, റൈറ്റ് ഇവിടെ വരും, ലെഫ്റ്റ്, ബാക്കിയെല്ലാം ലെഫ്റ്റ്. റൈറ്റും ലെഫ്റ്റും ഇപ്പം ഫേസിങ് ഔട്ട്സൈഡിനെ നമുക്ക് കിട്ടി. ഇത്രയാണ് നമുക്ക് ഈ സ്ലൈഡിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത എന്താണ്, സ്റ്റെപ്പ് 3 തന്നിട്ടുണ്ട്, സോൾവിങ് സ്റ്റെപ്പ് വൈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ടാവും. ഇത് വെച്ചിട്ട് നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് ഫില്ല് ചെയ്ത് കറക്റ്റ് നമുക്ക് ആ അറേഞ്ച്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് 3ാമത്തെ പോയിൻ്റായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട് അപ്രോച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ സോൾവ് ചെയ്യാം. ഫസ്റ്റ് എന്താണ്, ഇമാജിൻ യുവർ സെൽഫ് ആസ് വൺ ഓഫ് ദി പേഴ്സൺ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതോ ഒരാൾ, ഇപ്പോൾ പ്രോബ്ലം തുടങ്ങുമ്പോൾ ഫസ്റ്റത്തെ ആൾ നമ്മളായിട്ട് അസ്യൂം ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്താൽ സുഖമായിട്ട് ആൻസറിൽ എത്താൻ പറ്റും. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താണ്, കൗണ്ട് ഹൗ മെനി പീപ്പിൾ ആർ മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ.
പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്, എത്ര പേരുണ്ട്. എന്നിട്ട് ആദ്യം നമ്മൾ സർക്കിൾ വരയ്ക്കുക, അത് കഴിഞ്ഞിട്ട് എത്ര പേരുണ്ട് എന്ന് അടയാളപ്പെടുത്തുക. പിന്നെന്താണ്, ദെൻ ഡ്രോ എ സർക്കിൾ വിത്ത് ദോസ് മെനി പീപ്പിൾ. ഞാൻ പറഞ്ഞ കാര്യം തന്നെ, എത്ര പേരാണുള്ളത് അത്രയും പേർക്കുള്ള പോയിന്റുകൾ അടയാളപ്പെടുത്തി വെക്കുക. പിന്നെന്താണ് മൂന്നാമത്തെ പോയിന്റ്, സോൾവ് ഓൾ ദ സ്റ്റേറ്റ്മെന്റ് ബൈ അസ്യൂമിങ് വൺ ഓഫ് ദി പീപ്പിൾ ഈസ് യു. അതായത് ഒരാൾ നമ്മളാണ് അസ്യൂം ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്തു തുടങ്ങാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്, എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റ് എന്താണ്, ബണ്ടി, ദേവ്, മാനവ്, കാവ്യ, പായൽ, കൊസ്റ്റർബ, വാസിർ ആൻഡ് ഹിമ്മത്ത് ആർ സിറ്റിംഗ് അറൗണ്ട് എ സർക്കിൾ ഫേസിങ് അറ്റ് സെൻറ്റർ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം, എത്ര പേരുള്ളത് നോക്കാം. 1 2 3 4 5 6 7 8 പേരുണ്ട്. അപ്പോൾ 8 പേരുണ്ട്, 8 ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് തന്നിട്ടുള്ളത്, ഫേസിങ് സെൻറ്റർ. ഇവരെല്ലാം എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്തേക്കുന്നത്, സെൻറ്ററിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, സർക്കിൾ ഡ്രോ ചെയ്യുക, 8 പൊസിഷൻസ് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് സെൻറ്ററിലേക്ക് ആയതുകൊണ്ട് അതിനനുസരിച്ച് റൈറ്റും ലെഫ്റ്റും മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കത് ചെയ്യാം. ഫസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കാം. ഇനി നമുക്ക് 8 പ്ലേസുകൾ അടയാളപ്പെടുത്താം. 1 2 3 4 5 6 7 8 പ്ലേസുകൾ അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം എന്താണ്, എല്ലാവരും എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്, സെൻറ്ററിലേക്കാണ്. സെൻറ്ററിലേക്കാണല്ലോ ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റും ലെഫ്റ്റും സുഖമായിട്ട് അടയാളപ്പെടുത്താം. ആദ്യം നമ്മൾ സൗത്തിൽ നിൽക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. സൗത്തിൽ നിൽക്കുമ്പോൾ എന്താണ്, റൈറ്റ് ഇവിടെ വരും, ലെഫ്റ്റ് ഇവിടെ വരും. ഇനി ബാക്കിയെല്ലാം നമുക്ക് അടയാളപ്പെടുത്താലോ. നോർത്തിലുള്ള ആളെങ്ങനെ വരും, ലെഫ്റ്റും റൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇനി ബാക്കിയെല്ലാം നമുക്ക് അടയാളപ്പെടുത്താം. ഇവിടെ റൈറ്റ്, ഇവിടെ റൈറ്റ്, ഇവിടെ റൈറ്റ്, ബാക്കിയെല്ലാം ലെഫ്റ്റ്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് വരും, ഇവിടെ ലെഫ്റ്റ് വരും, ഇവിടെ ലെഫ്റ്റ് വരും, ബാക്കിയെല്ലാം റൈറ്റ്. റൈറ്റും ലെഫ്റ്റും കിട്ടി. ഇനി നമുക്കെന്താ, ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വായിച്ചു നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തന്നിട്ടുള്ളത്, മാനവ് ഈസ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ബണ്ടി. ബണ്ടീൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റാണ് മാനവ്. അപ്പം നമുക്ക് ഇവിടെ ബണ്ടീന്ന് എഴുതാം. ബണ്ടീൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരാണ് വരിക, മാനവല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടി, മാനവും ബണ്ടീൻ്റെയും പൊസിഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് ബണ്ടി ഹൂ ഈസ് ഫോർത്ത് ടു ദി റൈറ്റ് ഓഫ് കാവ്യ. ബണ്ടി എന്ന് പറയുമ്പോൾ കാവ്യേൻ്റെ ഫോർത്ത് റൈറ്റ് ആണ്. റൈറ്റ് ഇവിടെ നിന്നല്ലേ വരിക, ഇവിടെ നോക്കുമ്പോഴല്ലേ വരിക. അപ്പം ഇവിടെ കാവ്യ എഴുതിയിട്ടുണ്ടെങ്കിൽ കാവ്യ ഫോർത്ത് റൈറ്റ് നോക്കി നോക്കാം. ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റ്, തേർഡ് റൈറ്റ്, ഫോർത്ത് റൈറ്റ്, ബണ്ടി. അപ്പോൾ കാവ്യേൻ്റെ പൊസിഷന് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, പായൽ ഈസ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ബണ്ടി. ബണ്ടീൻ്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് പായലുള്ളത്. ഫസ്റ്റ് ലെഫ്റ്റ് ഇവിടെ വരും, സെക്കൻഡ് ലെഫ്റ്റ് ഇവിടെ വരും. ഇവിടെ എന്താണ്, പായൽ. പായൽ. അപ്പോൾ പായലിൻ്റെ പൊസിഷന് നമുക്ക് കിട്ടിയല്ലോ. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കാം. പായൽ ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബണ്ടി ആൻഡ് ഈസ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് വാസിർ. അപ്പോൾ പായൽ എന്ന് പറയുമ്പോൾ വാസിറിൻ്റെ ഫോർത്ത് റൈറ്റിലാണ്. അപ്പോൾ റൈറ്റ് സൈഡ് എങ്ങനെയാണ് വരിക, ഇവിടെയുള്ള ആളല്ലേ വരിക. അപ്പോൾ വാസിർ ഇവിടെ വരണ്ടേ, വാസിർ. ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റ്, തേർഡ് റൈറ്റ്, ഫോർത്ത് റൈറ്റ്. അപ്പോൾ പായലിൻ്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് വാസിറിൻ്റെ പൊസിഷൻ കിട്ടി.
അത് കഴിഞ്ഞിട്ട് അടുത്തെന്താണ്? കൊസ്റ്റർബ. കൊസ്റ്റർബ ഈസ് സെക്കൻഡ് ടു ദി റൈറ്റ് ഓഫ് ദേവ്. കൊസ്റ്റർബ എന്ന് പറയുമ്പോൾ എന്താണ്? ദേവിൻ്റെ സെക്കൻഡ് റൈറ്റിലാണ്. അപ്പം ദേവിന് നമുക്ക് എവിടെ കൊടുക്കും? ദേവിന് ഇവിടെ കൊടുത്തു നോക്കാം. ദേവിൻ്റെ സെക്കൻഡ് റൈറ്റിലാണ് കൊസ്റ്റർബ വരുന്നത്. കൊസ്റ്റർബേൻ്റെ പൊസിഷനും കിട്ടി. ഇനി റിമൈനിങ് ആയിട്ട് വരുന്ന ആരുടെ പൊസിഷനാണുള്ളത്? ഹിമ്മത്തല്ലേ? ഹിമ്മത്ത് ഇവിടെ വരും. ഹിമ്മത്ത്. അപ്പം നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ബണ്ടി? ബണ്ടീൻ്റെ തേർഡ് റൈറ്റിൽ ആരാണ്? ഫസ്റ്റ് റൈറ്റിൽ മാനവ്, സെക്കൻഡ് റൈറ്റിൽ വാസിർ, തേർഡ് റൈറ്റിൽ ആരാണ്? ഹിമ്മത്ത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ഹിമ്മത്ത്. ഈ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത്. 5 ഗേൾസ് MNOP ആൻഡ് Q ആർ സിറ്റിംഗ് അറൗണ്ട് എ സർക്കുലാർ ടേബിൾ ഫേസിംഗ് സെൻറ്റർ. അപ്പോൾ എത്ര പേരാണുള്ളത്? 5 പേരാണുള്ളത്. 5 പേരും എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്തിട്ടുള്ളത്? സെൻറ്ററിലേക്കാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരച്ച് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താണ്? 5 പൊസിഷനുകൾ അടയാളപ്പെടുത്തണം. 1 2 3 4 5. 5 പൊസിഷൻസ് ആയല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവരെങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്തിട്ടുള്ളത്? സെൻറ്ററിലേക്കാണ്. അപ്പോൾ റൈറ്റും ലെഫ്റ്റും നമുക്ക് അടയാളപ്പെടുത്താം. റൈറ്റ് ഇവിടെ വരുമല്ലോ. നമ്മൾ അടിയിൽ നിന്ന് നോക്കുമ്പോൾ റൈറ്റ് ലെഫ്റ്റ്. ബാക്കിയെല്ലാം അടയാളപ്പെടുത്താം. റൈറ്റ് ഇവിടെ വരും, റൈറ്റ് ഇവിടെ വരും, റൈറ്റ് ഇവിടെ വരും, റൈറ്റ് ഇവിടെ വരും. ബാക്കി ലെഫ്റ്റും അടയാളപ്പെടുത്താം. അതേപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് വരും, ഇവിടെ ലെഫ്റ്റ് വരും, ഇവിടെ ലെഫ്റ്റ് വരും, ഇവിടെ ലെഫ്റ്റ് വരും. റൈറ്റും ലെഫ്റ്റും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൊസിഷനായിട്ട് മാർക്ക് ചെയ്ത് പോവാം സ്റ്റേറ്റ്മെൻറ്റിനനുസരിച്ച്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തന്നിട്ടുള്ളത്? പി ഈസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എം ആൻഡ് എൻ. എമ്മിൻ്റെയും എന്നിൻ്റെയും നടുക്കാണ് പി വരുന്നത്. അപ്പം നമുക്ക് പീനെ എവിടെ വെക്കാം? ആദ്യം പീന് ഇവിടെ കൊടുക്കുക. പീൻ്റെ ഇവിടെ എം വരും, ഇവിടെ എൻ വരും. എമ്മിൻ്റെ എന്നിൻ്റെ നടുക്കാണ് പി ഉള്ളതെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ക്യൂ ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പി. പീൻ്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് ക്യൂ ഉള്ളത്. ഫസ്റ്റ് ലെഫ്റ്റ് ഇത്, സെക്കൻഡ് ലെഫ്റ്റ്. ഇവിടെ ക്യൂ വരുമല്ലോ. ക്യൂവിൻ്റെ പൊസിഷനും കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് തന്നിട്ടുള്ളത്? എൻ ആൻഡ് ക്യൂ ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് ഒ. എന്നും ക്യൂവും ഒയിൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സാണ്. അപ്പോൾ ഒ ഇവിടെ വരുമല്ലോ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയി. സുഖമായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് 5 എണ്ണം വന്നതിൻ്റെ. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹൂ ഈസ് സിറ്റിംഗ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ക്യൂ. ക്യൂവിൻ്റെ തേർഡ് റൈറ്റിൽ ആരാണുള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. തേർഡ് റൈറ്റിൽ ആരാണുള്ളത്? ഫസ്റ്റ് റൈറ്റിൽ എം, സെക്കൻഡ് റൈറ്റിൽ പി, തേർഡ് റൈറ്റിൽ ആരാണുള്ളത്? എൻ ആണുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 3 എൻ ആണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസേ നോക്കുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.